ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സ്കൂൾ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ എൻ്റെ പുതപ്പൊക്കെ മടക്കി വെച്ച് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലയാണയൊക്കെ നേരെ വെച്ച് ബെഡൊക്കെ ഇതുപോലെ നല്ല വൃത്തിയാക്കി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് പല്ലൊക്കെ തേച്ച് ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായി. അത് കഴിഞ്ഞ് അമ്മ എനിക്ക് ചായ കൊണ്ടുവന്നു. അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേഗം കുടിച്ചു. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. ദിവസവും കുറച്ച് നേരം വൈകിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു സമയത്തിനെക്കാട്ടും 10 മിനിറ്റ് നേരത്തെയാണ് വെള്ളിയാഴ്ചകളിൽ വരിക കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെയാണ്, സമയമില്ല കേട്ടോ. ഞാനെപ്പോൾ 7:15 7:30 എണീക്കാറ്, അതുകൊണ്ട് തീരെ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം വേഗമാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂൾ ലൈസ് ഞാനിത് പത്രമൊക്കെ വായിക്കാറുണ്ട്, പക്ഷേ സ്കൂൾ ലൈസും മാത്രം ഞാൻ പത്രം ഇങ്ങനെ വേഗം ഇങ്ങനെ നോക്കി വേഗം പോവുക ചെയ്യുക, അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഏച്ചിക്ക് ഇന്ന് സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ ഏച്ചി ഓട്ടോയിലാണ് പോകാറ്. അങ്ങനെ ഏച്ചിയുടെ ഓട്ടോ വന്ന് ഏച്ചി പോയി. പിന്നെ ഞാൻ കുളിച്ചൊക്കെ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റെഡി ആവാമെന്ന് വിചാരിച്ചു. മുഖത്ത് മേക്കപ്പ് ചെയ്യാൻ വിചാരിച്ചു. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വലിയ മേക്കപ്പ് ഒന്നുമല്ലല്ലോ, ചെറിയ മേക്കപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്. കുറച്ച് പൗഡർ ഞാൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഡാസ്ലറിൻ്റെ ഐലൈനറിനെ കൊണ്ടൊരു കുഞ്ഞ് പൊട്ട് ഇട്ടു. വലുതൊന്നും തൊടാറില്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു പൊട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു ഐബ്രോ പെൻസിലുകൊണ്ട് പിരികം വരഞ്ഞു കൊടുത്തു. എനിക്ക് 2 പിരികം വലിയ ഡാർക്കിൽ വരയാൻ ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ ലൈറ്റിൽ വരയാൻ ഇഷ്ടം. ഡാർക്കിൽ വരഞ്ഞ എന്തോ രസം ഉണ്ടാവില്ല എൻ്റെ മുഖം കാണാൻ. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടാണ് എപ്പോഴും വരഞ്ഞു കൊടുക്കാറ്. പിന്നെ ഞാൻ 2 പിരികം ലൈറ്റായിട്ട് വരഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാജൽ വെച്ചിട്ട് കണ്ണൊന്ന് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കാജലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു തൂങ്ങുന്ന കമ്മലിട്ട് കൊടുത്തു. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നതായിരുന്നല്ലോ, തലയൊക്കെ നനച്ചുകൊണ്ട് തന്നെ തോർത്ത് കെട്ടിയിട്ടുണ്ടാവുമല്ലോ തലയിൽ, അതൊക്കെ ഒന്ന് അഴിച്ച് വെച്ചു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടി കെട്ടാണ്. നമ്മൾ ഇല്ലി ഇടാന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ കെട്ടാറുള്ളത് 2 ഭാഗവും. അപ്പോൾ ഞാൻ എപ്പോഴും കുളിച്ച് കഴിഞ്ഞാൽ അതന്നെ കെട്ടാറ്. കുളിക്കാത്ത ദിവസം ജസ്റ്റ് ഒന്ന് പോണിട്ടയിൽ കെട്ടാ ചെയ്യാം കേട്ടോ, എന്ന് വെച്ചാൽ തല നനയ്ക്കാത്ത ദിവസം. ഇന്ന് തല നനച്ചുകൊണ്ട് ഞാനിത് ഇല്ലി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 ഭാഗവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ട് മുടിയും മുഖമൊക്കെ ഒന്ന് ഓക്കെ ആയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂണിഫോം ഇതാണ് കേട്ടോ. പക്ഷേ എൻ്റെ യൂണിഫോം കോട്ട് ഇടണം. അപ്പോൾ ഞാൻ എൻ്റെ കോട്ടൊക്കെ ഇട്ടിട്ട് വരാം. അങ്ങനെ ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ട് വന്നു. ഇതാണ് എൻ്റെ ഫുൾ യൂണിഫോമും മേക്കപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ യൂണിഫോം. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി സെറ്റായി. അത് കഴിഞ്ഞ് അമ്മ ലഞ്ച് ബോക്സൊക്കെ ചോറും ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുപോകാറ്. അതൊക്കെ അമ്മ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ ബാഗൊക്കെ സെറ്റായി. അത് കഴിഞ്ഞ് കണ്ണട ഇട്ടിട്ടാട്ടോ സ്കൂളിൽ പോകാറ്, അതുകൊണ്ട് ഞാൻ കണ്ണടയൊക്കെ വെച്ചു. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങാണ്. ഇത്രയൊക്കെ ഞാൻ റീസർച്ച് ചെയ്യാറുള്ളൂ കേട്ടോ, എന്നാലും ഞാൻ വേഗം ഇറങ്ങി. അമ്മയും ഞാനും കൂടിയിട്ടാണ് കേട്ടോ പോവാറ്. അപ്പം എൻ്റെ മടപ്പരയൊക്കെ ഉണ്ട് കേട്ടോ, പോകുന്ന വഴിക്ക് അവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. സമയമുള്ള ദിവസം ഞാൻ പ്രാർത്ഥിക്കുക, എല്ലാ ദിവസം പ്രാർത്ഥിക്കും.